ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ അച്ചാറാണ്. സിമ്പിൾ അച്ചാറെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതൊരു ക്രിസ്ത്യൻ അച്ചാറാണ്. അച്ചാറിനും ഉണ്ടോ ഇങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് പറയുന്നതിൽ നമ്മൾ നാണിക്കേണ്ട ആവശ്യമില്ല. അത് ഇറച്ചി, മീൻ മുതലായവയുടെയൊക്കെ കല്യാണങ്ങൾക്ക് ഒക്കെ അവരുടെ സദ്യകൾക്ക് ഒക്കെ നിശ്ചയമായും വിളമ്പുന്ന ഒരച്ചാറാണ് ഇത്. ഇത് ഉണ്ടാക്കുന്നത് മൂവാണ്ടമാങ്ങയാണ്, പിന്നെ ഒരു ക്യാരറ്റും. അതായത് ഏകദേശം ഒരുപോലെ. ഇതധികം ഇരിക്കില്ല കേട്ടോ. അച്ചാർ നമ്മൾ കടുക് മാങ്ങ വയ്ക്കുന്ന പോലെയോ ഉലുവ മാങ്ങ വെച്ചേക്കുന്ന പോലെയോ ജീവനാന്ത കാലമൊന്നും ഇരിക്കുകയില്ല. അതുകൊണ്ട് ഇത് 2-3 ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കുക, വീണ്ടും ഉണ്ടാക്കുക. ഉണ്ടാക്കാൻ അങ്ങനെ പ്രയാസമൊന്നുമില്ല. ചപ്പാത്തിയുടെ കൂടെയും കൂട്ടാം, ബിരിയാണിയുടെ കൂടെയും കൂട്ടാം, ഇറച്ചി മീൻ കറികളുടെ കൂടെയും കൂട്ടാം. എല്ലാത്തിനും ചേരുന്ന ഒരച്ചാറാണ്. ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടവുമായത്. അതുകൊണ്ട് ഞാൻ ഓർത്തു ഇന്ന് ഇത് തന്നെ ആവട്ടെ എന്ന്. ഇത് കോല കഷ്ണങ്ങളായിട്ട് മുറിക്കണം. ഇത് കണ്ടോ, ഇതെല്ലാം മാങ്ങാ കഷ്ണങ്ങളാണ്. ഒരു പൊടിക്കൂടെ നീളം കൂടിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാം. പക്ഷേ ഇങ്ങനെ തന്നെ അരിയുകയാണ് അരിച്ചിലുമുണ്ട് കാര്യം. പിന്നെ ഒരു മാങ്ങയുമുണ്ട്, ഒരു ക്യാരറ്റുമുണ്ട്. ഇത് ഏകദേശം 100-125 ഗ്രാമേ ഉള്ളൂ. എന്നിട്ട് ഇതിന് ചേരുന്ന ഉപ്പിട്ട് ഒരു 2 മണിക്കൂർ മുമ്പേ ഞാൻ ശരിയാക്കി വെച്ചതാണ്. അരിയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. തൊലി മാത്രം കളഞ്ഞ് പൂളി എടുത്തിട്ട് വീതിയുള്ള കഷ്ണങ്ങളെടുത്ത് പിന്നെ ഒന്നും കൂടെ കീറി ചെരിച്ച് വെട്ടി അരിഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇനി വേണ്ട സാധനങ്ങൾ: വെളുത്തുള്ളി ഇതുപോലെ തന്നെ നീളത്തിന് മുറിച്ചത്, പച്ചമുളക് അവനവൻ്റെ ആവശ്യത്തിനുള്ളത് നീളത്തിന് മുറിച്ചത്, ഇഞ്ചി അവനവൻ്റെ ആവശ്യത്തിന് ഇതുപോലെ തന്നെ നീളത്തിൽ മുറിച്ചത്, പിന്നെ നല്ല ഫ്രഷായിട്ടുള്ള കരിവേപ്പില. എനിക്ക് ശകലം പ്രയാസമുണ്ട് ഇപ്പം നിൽക്കാൻ, അതുകൊണ്ടാണ് ഞാൻ ഇരുന്നുകൊണ്ട് പറയുന്നത്. എല്ലാ അച്ചാറുകൾക്കും തന്നെ ഏറ്റവും നല്ല എണ്ണ നമുക്ക് സൗത്ത് ഇന്ത്യൻസിന് നല്ലെണ്ണ തന്നെയാണ്. ചിലരിത് വെളിച്ചെണ്ണയിലുണ്ടാക്കും, ഓയിലിലുണ്ടാക്കും. നോർത്ത് ഇന്ത്യൻസിന് കൂടുതലും കടുകെണ്ണയോടാണ് പ്രിയം. പക്ഷേ നമ്മൾക്ക് അച്ചാറിന് പ്രിയം എള്ളാട്ടിയ എണ്ണ, എള്ളെണ്ണയാണ് നല്ലെണ്ണ. നല്ല എണ്ണ എന്നേ ഉള്ളൂ നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ച് ഓരോന്നും വഴറ്റി അവസാനം വേണ്ട സാധനങ്ങളൊക്കെ ചേർക്കണം. ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും കൂടെ ഒന്ന് ചൂടാക്കി തരങ്ങോടുകൂടി പൊടിച്ച് വേണം. അതിനു വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങി. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇതിനൊരു 1/4 കപ്പ് നല്ലെണ്ണ വേണം. ഇനി നമുക്ക് നല്ലെണ്ണ അടുപ്പേ വെച്ച് ഒരു 5-6 ഉലുവ ചൂടായിക്കോട്ടെ. മതി. 1 ടീസ്പൂൺ കടുകിട്ടു. അപ്പോൾ ഉലുവ ഇട്ടു, കടുകും ഇട്ടു. പൊട്ടുന്നുണ്ട്. നല്ലോണം പൊട്ടി. വെളുത്തുള്ളി ഇട്ടേ. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വാടി മഞ്ഞ നിറം പോലെ ഒരു ലൈറ്റ് യെല്ലോ ആവണം. അതിൻ്റെ കൂടെ ഇനി നമുക്ക് ഇഞ്ചി അരിഞ്ഞിടാം. അത് മതി. ഒരു 10-15 വെളുത്തുള്ളി, ചെറിയ അല്ലി, അത്രയും തന്നെ ഇഞ്ചിയും, ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും നീളത്തിൽ തന്നെ കീറിയത് ഇട്ടു. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള മുളക് അതും ഇതുപോലെ ചെറുതായിട്ട് വേണം ഇടാം. ഇത് കഴിക്കാൻ പറ്റണം. അപ്പോൾ നമുക്ക് അവനവൻ്റെ ആവശ്യത്തിന് മുളക്. ഇത് ഒരു 5 മുളകുണ്ട്. വേറെ മുളകൊന്നും നമ്മൾ ഇടുന്നില്ല. അതുകൊണ്ട് ഈ പച്ചമുളക് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാന്താരി വേണമെന്ന് വെച്ചാൽ ഇടാം. പക്ഷേ പച്ചമുളക് തന്നെയാണ് ഇതിന് സാധാരണ ഇടാറ്. അതുകൊണ്ട് ഞാൻ ഒരു 3-4 മുളക് എടുത്തിട്ടുണ്ട്. അതും കൂടി വാടണം. ഫ്രഷായിട്ടുള്ള കരിവേപ്പിലയും ഇട്ടു.
കായപ്പൊടി ഇപ്പോൾ ഇടുന്നു. ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞു വന്നാൽ മതി. മഞ്ഞൾപ്പൊടി വേണം, 1/2 ടീസ്പൂൺ കഷ്ടിച്ച് മതി. ഇതിവിടെ നട്ട്, ഇവിടെ മുളച്ച്, ഇവിടെ പാകമായ മഞ്ഞൾ പറിച്ച് പുഴുങ്ങി ഉണക്കി പൊടിച്ചെടുത്ത മഞ്ഞളാണ് ഇത്. നമ്മൾ നേരത്തെ അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങയും ക്യാരറ്റും നീളത്തിലരിഞ്ഞ്, ഉപ്പ് വെള്ളം കിടപ്പുണ്ട് ഇതിൽ. ആ ഉപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ പൊടിയുപ്പായിട്ട് മാങ്ങയിൽ നിന്നും ക്യാരറ്റിൽ നിന്നും ഇറങ്ങിയ ഉപ്പ് വെള്ളമാണിത്. ഇതും കൂടെ ചേർത്ത് ഇതൊരു സാലഡ് പോലെ ഇരിക്കുന്ന അച്ചാറാണ് സത്യത്തിൽ. അച്ചാറ് പോലെയല്ല, കണ്ടാൽ ഒരു സാലഡ് മട്ട. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അധികം നേരമായിട്ട് വേകുകയും ഒന്നും വേണ്ട, വാടിയാൽ മതി. എന്നിട്ട് ഉപ്പുണ്ടോ, അതായത് നമ്മുടെ ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിക്കൊക്കെ കൂടെയുള്ള ഉപ്പ് ഈ മാങ്ങയിലുണ്ടോയെന്ന് നോക്കണം. പോരെങ്കിൽ ചേർക്കണം. ഇനി ഒരു ശകലം വിനാഗിരി ഒഴിക്കാം. എന്തിനാണെന്ന് ചോദിച്ചാൽ, അതൊരു പിഞ്ച് മൂവാണ്ടൻ മാങ്ങയല്ലായിരുന്നു, ശരിക്കും വിളഞ്ഞതല്ല. അതുകൊണ്ടൊരു ഇത്തിരി വിനാഗിരിയും കൂടെ, ഒരു തുടം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ വിനാഗിരി ഒഴിക്കണ്ട. മാങ്ങയുടെ പുളി അനുസരിച്ച് ഒരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. ഒരു 2 സ്പൂൺ അത്രേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് അല്പം കൂടെ കായപ്പൊടി, ഉലുവാപ്പൊടി, നുള്ളി ഇട്ടാൽ മതി, സ്പൂണ് കണക്കൊന്നും വേണ്ട. പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച കടുകും ഉലുവയും അതും ഇട്ടു. ഇനി ഒരു രുചി ഒപ്പിക്കാൻ 1 ടീസ്പൂൺ പഞ്ചസാര. കഴിഞ്ഞു. ഇതാണ് സംഭവം. ഇത് നമ്മൾ അധികം നാൾ വീട്ടിൽ വെച്ചേക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരാഴ്ച വെറുതെ പുറത്ത് വെച്ചിരുന്നാലും മതി, കുപ്പിയിലാക്കി അടച്ച്. പക്ഷേ അത്രയും നാളൊന്നും ഇത് ഇരിക്കുകയില്ല, നമ്മൾ തന്നെ കയറി ഇറങ്ങി തിന്നുപോകും. അത്തരം ഒരച്ചാറാണ് ഇത്. ഒന്നും അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകരുത്. ക്യാരറ്റൊക്കെ അതേപടി കിടക്കണം, ഉണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമുള്ള, ഈ സീസണിൽ പ്രത്യേകിച്ച് ഫ്രഷ് നല്ല മാങ്ങ കിട്ടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും മാങ്ങയും ക്യാരറ്റും കൂടെ ഒന്നുണ്ടാക്കി നോക്കുക. നന്ദി, നമസ്കാരം.